ഇന്ന് ഗുരുപൂർണിമയാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമല്ലേ. നമ്മളെ ഗുരുക്കന്മാരെ വന്ദിക്കാനും ഗുരുക്കന്മാരോട് നന്ദി പറയാനുള്ള ഒരു ദിവസവും കൂടിയാണ് ഗുരുപൂർണിമ. പക്ഷേ ഈ ഗുരുപൂർണിമയുടെ ദിവസത്തില് ഞാൻ വയലിൻ പഠിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഗുരു കോവൈ ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തിന് വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സേവയെല്ലാം ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനത്തെ കാലഘട്ടമല്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, നമ്മൾ ബിസിനസ് കോച്ചിങ്ങിലായാലും ശരി, ഇല്ല എന്ത് ഇതിലായാലും ശരി, നിങ്ങളൊരു ഓണ്ടർപ്രണർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു മെന്ററെ തിരഞ്ഞെടുക്കുമ്പോൾ, മെന്ററിനെ തന്നെയാണല്ലോ ഗുരു എന്ന് പറയാം, മെന്ററിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആദ്യം ഫ്രീസറിൽ വെച്ചിട്ട് വേണം ഈ കാര്യത്തിലേക്ക് ഇറങ്ങാൻ. എന്തെങ്കിലും ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് അതേ പ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചോദ്യം വരും, ഈ നല്ല ഗുരുക്കന്മാരെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത്. അതിന് നിങ്ങൾ അവർ പ്രായോഗികമായിട്ട് ഈ ഫീൽഡിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുക. അവർ എന്ത് ചെയ്യാൻ പറയുന്നു അതങ്ങോട്ട് ചെയ്യുക, കണ്ണ് മൂടി ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഗുരുപൂർണിമയ്ക്കുള്ള എൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ജയ് ഗുരു.